മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ വീട്ടിലെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെ കോർത്തിണക്കിയ ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കാലത്തൊരു 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. അന്നേരം തൊട്ടൊരു 2 മണിക്കൂർ നല്ല പണി തന്നെയാണ്. മക്കളെല്ലാം 2 ടൈമിലാണ് സ്കൂളിൽ പോകുന്നത്. അവരുടെ ടിഫിൻ ബോക്സ് റെഡിയാക്കി എടുക്കണം, അവരുടെ യൂണിഫോംസ് എല്ലാം എടുത്തു വെക്കണം. അങ്ങനെ നല്ല തിരക്ക് പിടിച്ച പണി തന്നെയാണ് കാലത്ത്. പിന്നീട് നമ്മൾ ഡോർ തുറന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിശബ്ദതയാണ്. ഒരു മുട്ടുസൂചി വീണാൽ നമുക്ക് കേൾക്കാം, അത്രയ്ക്ക് നിശബ്ദതയാണ്. ഇവിടെയുള്ള പിള്ളേരെല്ലാം സ്കൂളിൽ പോയി, എല്ലാവരും ഓഫീസിലൊക്കെ പോയി. പിന്നെ ഏതാനും കുറച്ച് പേരുകൾ മാത്രമേ കാണുകയുള്ളൂ. പിന്നെ ഒരു 1:30 ആകുമ്പോഴേ പിന്നെ ഇവിടെ അനക്കമൊക്കെ തുടങ്ങുകയുള്ളൂ. നാട്ടിൽ നിന്ന് വന്ന സമയത്താണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഈ നിശബ്ദത. ഇപ്പം അതിനോടങ്ങ് യൂസ്ഡ് ആയതുകൊണ്ട് ഈ നിശബ്ദത എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പിന്നീട് ഞാൻ എൻ്റെ ഗാർഡനിലോട്ട് ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. ചെറിയൊരു ഗാർഡൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേണ്ട വെള്ളമൊക്കെ ഒഴിക്കും. ഇലകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയും. കുറച്ച് നേരം അവിടെ ഒന്ന് ഇരിക്കും. അപ്പം നമുക്കൊരു ഫ്രഷ് എനർജിയൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നീട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര സുഖവുമാണ്. ഇനി ലഞ്ചിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. അതിന് മുമ്പ് രാവിലെ കഴിച്ച് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അത് സിങ്കിലെല്ലാം ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അത് കഴുകി വെച്ചിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകിയാൽ മതിയല്ലോ. ഞാൻ അതെല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ് പെട്ടെന്ന് തന്നെ. നാട്ടിലൊക്കെ ചക്കയുടെയും മാങ്ങയുടെയും സീസൺ ആണല്ലോ. സുഹൃത്തുക്കളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചക്ക കുഴച്ചതൊക്കെ കഴിക്കുമ്പോൾ എനിക്കും കഴിക്കണമെന്ന് കൊതി തോന്നിയിട്ട് അങ്ങനെ ഞാനും ഒരു പാക്കറ്റ് ഫ്രോസൺ ചക്കയൊക്കെ വാങ്ങിച്ചു. 250 ഗ്രാം ചക്കയേ ഉള്ളൂ. ഇതെല്ലാവർക്കും കൂടെ കഴിക്കാൻ തികയത്തൊന്നുമില്ല. എങ്കിലും കൊതി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. ചക്കയൊന്ന് കഴുകി എടുത്തിട്ട് ഞാനൊരു കിഴുത്ത പാത്രത്തിലൂടെ ഒന്ന് വാല വെച്ചിട്ടുണ്ട്. ഒന്ന് വെള്ളം ഒന്ന് വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട്. ഈ പച്ചച്ചക്ക വാങ്ങിച്ച സമയത്ത് അവിടെ ഒരു പഴുത്ത ചക്കയുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പീസൊക്കെ വാങ്ങിച്ചെടുത്തൊരു 8 പീസ് ചുള മാത്രമേ ഉള്ളായിരുന്നു. അതിൽ നിന്നൊരു 8 ചക്കക്കുരു ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണ്. കാരണം ചക്കയോട് ഇട്ട് വേവിക്കേണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് അതെല്ലാം അരിഞ്ഞെടുത്തു. നാട്ടിലാണെങ്കിൽ ഇതെല്ലാം ലാവിഷായിട്ടുള്ള സമയത്ത് ഇവിടെ നമ്മൾ തീ പിടിച്ച വിലയ്ക്ക് ഇതൊക്കെ വാങ്ങിയെടുക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അന്യനാട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഇതുപോലെയൊക്കെയല്ലേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ചക്കക്കുരുവൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് നാളികേരത്തിൻ്റെ കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് വറ്റൽമുളക് ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ചില സമയത്ത് ഞാൻ വാങ്ങിക്കുമ്പോൾ അത് വേകാറില്ല. ചക്കയെ അതുപോലെ തന്നെ ഞാൻ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് ആവി കയറിയാൽ മാത്രം മതിയല്ലോ. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചക്കയൊക്കെ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മീൻകറിയും കൂടി ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ മീൻകറിയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. ഗ്രേവിയൊക്കെ വഴറ്റിയിട്ട് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കിന് മീനിൻ്റെ പീസസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുടംപുളി ഇട്ട് മീൻകറിയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ചക്ക നല്ല ടേസ്റ്റ് ആണല്ലോ. ചക്ക വെന്ത് വന്നപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് തേങ്ങയും അതിനോടൊപ്പം 2 പച്ചമുളകും കുറച്ച് ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ഒതുക്കിയെടുത്ത് കുറച്ച് കറി ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറി കിട്ടണം ഈ അരപ്പിൽ. അതൊന്ന് ഇളക്കിയിട്ട് ഞാനൊന്ന് ആവി കയറാനായിട്ട് അടച്ചു വയ്ക്കുകയാണ്. ചക്കയുടെയും ചക്കക്കുരുവിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ ചക്കക്കുരു നല്ലതുപോലെ ഉണക്കിയിട്ട് ഉമ്മിയിലൊക്കെ ഇട്ട് മമ്മി സൂക്ഷിച്ച് വെക്കുമായിരുന്നു. ചക്കയാണെങ്കിൽ അതുപോലെ തന്നെ അരിഞ്ഞ് ഫ്രീസറിൽ വെക്കും ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കിന്. ഇനി അതൊക്കെ എനിക്ക് ഓർമ്മകൾ മാത്രമായി. മീൻകറി അതുപോലെ തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ലേശം പച്ചവെളിച്ചെണ്ണയാണ് ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കുടംപുളി ഇട്ട മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുക്കിങ്ങും കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാൻ ചോറൊരു പാത്രത്തിലോട്ട് വിളമ്പി വെക്കുകയാണ്. ചൂട് ചോറോടുകൂടി ഇവിടെ എടുത്ത് വെക്കുന്നത് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ചൂടൊന്ന് ആറുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ടൊന്ന് നിരത്തിയിട്ട് അപ്പോൾ അവർ വരുമ്പോഴത്തേക്കിന് കറക്റ്റ് പരുവായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.